നല്ല ഡ്രോൺ ഷോട്ടുകൾ ഉണ്ടായിരുന്നു. തൃശ്ശൂരിന്റെ സാംസ്കാരിക ഊർജ്ജമൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള നല്ല ഷോട്ടുകളൊക്കെ ഇതിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം സിനിമാറ്റോഗ്രാഫി, ലൈറ്റിംഗ് ഇതെല്ലാം നന്നായിരുന്നു എന്ന് വേണം പറയാം. റൈഫിൾ ക്ലബിന്റെ സിനിമാറ്റോഗ്രാഫിയും നന്നായിരുന്നു. പക്ഷേ റൈഫിൾ ക്ലബില് ഒരു പോരായ്മയായിട്ട് വന്നത് പല ക്യാരക്ടേഴ്സിനെയും ഈ ഫോഴ്സ്ഫുള്ളി ആ ക്യാരക്ടർ ചെയ്യാൻ പ്രേരിപ്പിച്ചതുപോലെയാണ് ഫീൽ ചെയ്തത്. മറ്റു ചില ക്യാരക്ടേഴ്സിനെ നിങ്ങളായിട്ട് തന്നെ നിന്നോ എന്ന് പറഞ്ഞു വിട്ടതുപോലെയുണ്ട്. അവരായിട്ട് തന്നെ വന്ന് പെർഫോം ചെയ്തിട്ട് പോയിട്ട് ഉണ്ട്. അതിനകത്ത് എടുത്തു പറയേണ്ടത് സുരഭിയുടെ ഒക്കെ ക്യാരക്ടർ അവർക്ക് എടുത്താ പൊങ്ങാത്ത ഒരു സൈഡിൽ നിന്നിട്ടാണ് അവർ ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യും. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ദിലീഷ് പോത്തനാണ് നായകന്മാരുടെ സൈഡിൽ നിന്നിട്ട് പെർഫോം ചെയ്തവരില് ഒരു ക്യാരക്ടർ പിടിച്ച് ഉടനീളം നിന്നതെന്ന് തോന്നുന്നു. പിന്നെ ആക്ഷൻ രംഗങ്ങൾ പറയുകയാണെങ്കിലും പണിയില് നമുക്ക് നല്ല നല്ല ആക്ഷൻ രംഗങ്ങൾ ഉണ്ടായിരുന്നു. പോലെ കാർ ചേസ് ഒക്കെ ആണെങ്കിലും എല്ലാം വളരെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈഫിൾ ക്ലബിലെ ആക്ഷൻ രംഗങ്ങൾ ഭയങ്കരമായിട്ട് എളുപ്പമാണെന്ന് തോന്നി. കാരണം എവിടെയും നമുക്കൊരു ഗൂസ് ബമ്പ് തരാതെയാണ്, വളരെ ചെറിയ സന്ദർഭങ്ങളിൽ ഒഴിച്ച് ബാക്കിയൊരിടത്ത് ഒരു ഗൂസ് ബമ്പ് തരാതെയാണ് അത് കൊണ്ടുപോയത്. പിന്നെ ഇതിനകത്തെയൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വന്ന കാര്യം എന്ന് പറയുന്നത് റൈഫിൾ ക്ലബിലെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസിനെ കുറിച്ചാണ്. ബർത്ത്ഡേ ആഘോഷിക്കാൻ സ്വന്തം മകന് പാന്റീസ് ഇട്ട് നിൽക്കുന്ന സ്ത്രീയുടെ അരക്കെട്ടിന്റെ മാതൃകയിലുള്ള കേക്ക് വാങ്ങിയാണ് അച്ഛൻ കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ അച്ഛൻ ചോദിക്കുന്നുണ്ട് മകനോട്, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് പെഗ്, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ഡ്രഗ്, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ലൈൻ, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ഗേൾ, ഹൂ ഗേവ് യുവർ ഫസ്റ്റ് ഫോറിൻ ഗേൾ എന്നൊക്കെ. ഇതൊക്കെ മകൻ പറയുന്നതിന്റെ ഉത്തരം യു പപ്പ എന്ന്. അപ്പൊ ഇതൊന്നും സ്ത്രീ വിരുദ്ധതയല്ലേ? പിന്നെ അതുപോലെ തന്നെ ഷാജഹാൻ എന്ന് പറയുന്ന നടനുണ്ട് ഇതിനകത്ത്, വിനീത് അഭിനയിച്ച്. അപ്പോ ഈ നടൻ ഈ ക്ലബിലേക്ക് വരുമ്പോ അതാണ് ആ ഒരു സീനാണ് ഇതിനകത്ത് ഏറ്റവും നാടകീയമായ ഡയലോഗ്സ് കുത്തു നിറച്ചിട്ടുള്ള സീന്. അതെന്ന് പറഞ്ഞാൽ ഇത്രയും ക്രിഞ്ചായിട്ടുള്ള ഒരു ഇതില്ല. അതിനകത്ത് സെക്ഷലി കളേർഡ് ആയിട്ടുള്ള റിമാർക്കാണുള്ളത്. അതായത് ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ കിസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ ആസ്വദിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്, അതും അയാളെ കൊണ്ട് നിർബന്ധിച്ച്, അയാൾ പറയുന്നുണ്ട് ജോലിയുടെ ഭാഗമായിട്ട് ചെയ്യുന്നത് കൊണ്ട് അങ്ങനെ നടക്കുന്നില്ല, അങ്ങനെ ഒരു ഇതല്ല അതിനുള്ളത് എന്ന് പറയുമ്പോൾ അത് അയാളെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുന്നുണ്ട്, അയാൾ ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ കുറെ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങള് ലോജിക് ഇല്ലാതെ കുത്തി നിറച്ച് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ലോജിക് ഇല്ലാത്ത കാര്യം എന്ന് പറയുമ്പോൾ പ്രത്യേകമായിട്ട് പറയേണ്ടത്, തന്റെ മക്കളോട് ഭയങ്കര സ്നേഹമുള്ള അപ്പൻ ആദ്യത്തെ മകനെ കുഴിച്ചിടുന്ന പോലും കാണിക്കുന്നില്ല, രണ്ടാമത്തെ മകനെ എവിടെയോ പാതി ജീവനോടെ കൊക്കയിലേക്ക് എടുത്ത് എറിയുന്നു. ഇങ്ങനെയുള്ള ഒരു സെറ്റപ്പ്. അതിനുശേഷം ഏറ്റവും ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഡബിൾ മീനിങ് ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് കോട്ട് ചെയ്ത് വീണ്ടും പറയും ഡബിൾ മീനിങ് ആണ്. അതുപോലെ തന്നെ ഒരു ഷോട്ട് ഷൂട്ട് ചെയ്തിട്ട് ഇത് സിമ്പിൾ ഫിസിക്സ് ആണ് എന്ന് പറഞ്ഞ ആ ഷൂട്ട് ചെയ്ത പേര് പറഞ്ഞുകൊണ്ട് പറയുക എന്ന് പറയുന്നതൊക്കെ അങ്ങേ